ഞാൻ തന്നുവിടുന്ന മരുന്നുകളെല്ലാം റെഗുലറായി കഴിക്കണം. അതുപോലെ തന്നെ മഹാലക്ഷ്മിയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സമയത്താണ് മരുന്നുകൾ കാലിലും ശരീരത്തിലുമൊക്കെ തേച്ചു പിടിപ്പിക്കേണ്ടതെന്ന്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത മാസം വരാമെന്ന് പറഞ്ഞ ഡേറ്റിന് തന്നെ തീർച്ചയായും എത്തണം. അത് ഞാൻ കൊണ്ടുവന്നോളാം സർ. കൊണ്ടുവന്നില്ലെങ്കിലും ശരി, ഞാൻ വന്നോളാം. എന്തൊക്കെ പറഞ്ഞാലും സാറിന്റെ ട്രീറ്റ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായല്ലോ. ആദ്യ വരവിൽ തന്നെ എന്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയല്ലോ. അത് ആയുർവേദത്തിന്റെ ശക്തി കൊണ്ട് മാത്രമല്ല, കണ്ണനെ കൊല്ലാമെന്നവൻ കണ്ണന്റെ രക്ഷകനായി മാറുകയായിരുന്നു. അതുകൊണ്ടാ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാനത് കേസാക്കാത്തത്. ഇനി ഇവിടേക്ക് വരുമ്പോ ഞാൻ ഇയാൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തോളാം. താൻ വിഷമിക്കേണ്ട മഹാലക്ഷ്മി. ദൈവത്തെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ഒരാളാണ് കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വീടിനകത്തും പുറത്തുമൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് മനസ്സിലായി. അവരൊക്കെ നിർവീര്യമായി പോകട്ടോ. ദൈവഭക്തിയിലും സത്യസന്ധയിലും ഒരുപോലെ ഉള്ളവരെ അധികനാൾ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അത് തന്നെയാ സർ ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇനി വീട്ടിൽ പോയാൽ കഴിക്കാനുള്ള മരുന്ന് കുറച്ചേ തന്നുവിടുകയുള്ളൂ. നിങ്ങൾ വീടിന് പുറത്തു പോകുമ്പോൾ മുറി ലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിലെ ഷെൽഫിൽ ലോക്കർ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഭദ്രമായ മരുന്ന് വെക്കണം. ഒരു കാരണവശാലും ആ മരുന്നിൽ മറ്റൊന്നും കലരാൻ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം സർ. ഇനി എന്തായാലും അബദ്ധം പറ്റില്ല. സ്വന്തം വീടിനകത്ത് കഴിക്കാനുള്ള മരുന്ന് പോലും വെക്കാനാവാത്ത അവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതികേടാണ്. എന്ത് ചെയ്യാനാ, സമ്പത്തിനെ സ്നേഹിക്കുന്ന ചില ആൾക്കാര് പണത്തിനല്ലാതെ ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാറില്ല. എന്നാ പിന്നെ രണ്ടാളും പോയിട്ട് വരൂ. ശരി സാർ. പിന്നെ സർ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആ മാർക്കോ എവിടെങ്ങാൻ വരികയാണെങ്കിൽ പറയാൻ മറക്കരുത്. എനിക്ക് അയാളൊന്ന് കണ്ടേ പറ്റൂ. അതിനെന്താ, അവനെവിടെ എത്തിക്കഴിഞ്ഞാ ഞാൻ വിളിച്ചോളാം മഹാലക്ഷ്മി. ശരി സർ. ഓക്കെ. പോട്ടെ ചേട്ടാ. ഉറപ്പായിട്ടും വരണം. തോമസ് സാറിന് അതാ സംശയം. ഇനിയിപ്പോ എന്തായാലും വരും. അതുകൊണ്ട് എനിക്ക് മെച്ചമുണ്ടല്ലോ. എന്നാ ശരി ഏട്ടാ. ശരി.